വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ CPI പ്രവർത്തകർ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണം. പാർട്ടി വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പ്രവർത്തകരും നേതാക്കളും പങ്കെടുക്കരുതെന്നും CPI ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് ജില്ലാ നേതാക്കൾ അടക്കം പരിപാടിക്ക് എത്തിയത്. CPI സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത്. പാർട്ടി നടപടിയിലെ അമർഷം പരസ്യമാക്കിയ കുമാറിനോട് നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് മീനാങ്കൽ കേന്ദ്രീകരിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അത് അവഗണിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ജില്ലാ നേതാക്കളടക്കം നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എനിക്ക് എന്റെ രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. ഞാനത് തുടരും. ഓരോരുത്തരും ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഉണ്ട്. അത് അവർ തുടർന്ന് ഇന്നലെയാണോ എങ്ങനെയായിരുന്നു ആ നിലയ്ക്ക് മുന്നോട്ട് പോകും. ഒരു തുലാസിന്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് രാഷ്ട്രീയം ഇപ്പുറത്തും ഒരിടത്ത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നതും വെച്ചാൽ ആ ത്രാസിന്റെ അപ്പുറവും ഇപ്പുറവും അതിന്റെ തുലനം, അതിന്റെ പോയിന്റ് ഒന്ന് മുന്നോട്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് തീർച്ചയായും ഈ ചാരിറ്റബിൾ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ട്രസ്റ്റിന്റെ ആയിരിക്കും ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും CPIയിലെ അസംതൃപ്തരെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന. പ്രാദേശികമായി തുടങ്ങിയ ട്രസ്റ്റ് പേരുമാറ്റി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. CPI സംസ്ഥാന കൗൺസിൽ മുൻ അംഗമായിരുന്ന C. ഉദയകല പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറി. പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കണക്കിലെടുത്താണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഉദയകലയുടെ പിന്മാറ്റം. News 18 തിരുവനന്തപുരം.